നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണ വിജയനും ഏതൊക്കെ തരത്തിൽ പ്രതിരോധങ്ങൾ തീർത്താലും അകത്താകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല കേട്ടോ. ഈ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണ വിജയനും CMRL കമ്പനിക്കുമെതിരെ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള മാത്യു കുഴൽനാടൻ MLA ഒരു ഹർജി ഉണ്ടായിരുന്നു. ആ ഹർജി കോടതി ഫയലിൽ കൂടി സ്വീകരിച്ച ഒരു സാഹചര്യത്തിൽ ഇനി വ്യത്യസ്തമായൊരു അന്വേഷണം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ. അത് ഫയൽ സ്വീകരിച്ചു കഴിഞ്ഞു. തിരുവനന്തപുരം വിജിലൻസ് കോടതിയാണ് ആ ഹർജി ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. മാത്യു കുഴൽനാടൻ ഉന്നയിച്ച ആരോപണങ്ങളിൽ മാർച്ച് 14 റിപ്പോർട്ട് നൽകാൻ കോടതി വിജിലൻസ് ഡയറക്ടറോട് നിർദ്ദേശവും നൽകി കഴിഞ്ഞിരിക്കുന്നു. പൊതുമേഖലാ സ്ഥാപനമായ KMML മുൻനിർത്തി സ്വകാര്യ കമ്പനിയെ സഹായിക്കാൻ മുഖ്യമന്ത്രി നേരിട്ട് നീക്കം നടത്തി എന്നാണ് പ്രധാനമായിട്ടുള്ള ആരോപണം എന്ന് പറയപ്പെടുന്നത്. ചെറിയ ആരോപണമല്ല കേട്ടോ. ഇതിന് പ്രതിഫലമായിട്ട് വീണ വിജയൻ്റെ എക്സാലോജിക് എന്ന് പറയപ്പെടുന്ന കമ്പനിയിലേക്ക് മാസപ്പടി നൽകിയെന്നും ആ ഹർജിയിൽ വളരെ കൃത്യമായി ആരോപിക്കുന്നുണ്ട്. വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണം. അച്ഛനെ ഉപയോഗിച്ച് മകൾ പണം സമ്പാദിക്കുന്നു. CMRL കമ്പനിക്ക് തോട്ടപ്പള്ളിയിൽ നിന്നും കരിമണൽ കടത്തുന്നതിന് വേണ്ടി സർക്കാർ അനുമതി നൽകിയതടക്കമുള്ള നിരവധി ആരോപണങ്ങളാണ് മാത്യു കുഴൽനാടൻ ഹർജിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതും ഉന്നയിക്കുന്നതുമൊക്കെ. അതുകൊണ്ട് തന്നെയാണ് ഹർജി ഫയൽ സ്വീകരിക്കുന്നതിനെ സർക്കാർ അഭിഭാഷകൻ വളരെ കഠിനമായി എതിർക്കുന്നുണ്ട്, നിശിതമായി എതിർക്കുന്നുണ്ട്. പക്ഷേ നടന്നില്ല എന്നുള്ളതാണ്. തോട്ടപ്പള്ളിയിലെ കരിമണൽ ഖനന വിഷയത്തിൽ പിണറായി വിജയനെതിരെ മാത്യു കുഴൽനാടൻ കഴിഞ്ഞ ദിവസം ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി CMRLൻ്റെ കമ്പനിക്കായിട്ട് ഇടപെടുന്നു. ആ ഇടപെടൽ മൂലം ഉണ്ടാകുന്നത് വൻ ലാഭം. ആ വൻ ലാഭം ഉണ്ടാക്കാൻ കരിമണൽ നിസ്സാര വിലയ്ക്ക് നൽകി. ഈ ആരോപണമാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. ഏകദേശം 40,000 കോടി രൂപയുടെ കരിമണൽ ഖനനം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. സംസ്ഥാനത്തിന് ഇതുവഴി വലിയ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. CMRL ആരോപണങ്ങളിൽ സർക്കാരിനോ പാർട്ടിക്കോ ഒരു തരത്തിലുള്ള മറുപടിയും ഇന്നുവരെ ഉണ്ടായിട്ടില്ല, മറുപടി പറഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ വിജിലൻസിന് നൽകിയ പരാതിയിൽ തുടർ നടപടിയില്ലാത്ത സാഹചര്യത്തിലാണ് മാത്യു കുഴൽനാടൻ ഈ കോടതിയെ സമീപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതും കോടതിയെ സമീപിക്കുകയും ചെയ്തത്. ആ ഹർജിയാണ് ഇപ്പോൾ ഫയൽ സ്വീകരിച്ചിരിക്കുന്നത്. സ്വന്തം പാർട്ടിയുടെയും സ്വന്തം വകുപ്പിൻ്റെയും കീഴിലുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരെ കൊണ്ട് അന്വേഷിച്ചാൽ മുഖ്യമന്ത്രിയുടെ മകളുടെയും ഒക്കെ വീടിൻ്റെ പിന്നാമ്പുറം വരെ മാത്രമേ ഇവർക്ക് എത്തിച്ചേരാൻ കഴിയൂ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ അന്വേഷണത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ പോലും മുഖ്യമന്ത്രിയോ പാർട്ടിയോ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. ഒരക്ഷരം ആരോപണങ്ങൾക്ക് മറുപടി പോലും നൽകിയിട്ടില്ല. അങ്ങനെ മറുപടി പറയാത്ത സാഹചര്യത്തിലാണ് മാത്യു കുഴൽനാടൻ വിജിലൻസ് കോടതിയിലേക്ക് പോകുന്നത്. ഇപ്പോൾ ആ ഹർജി ഫയലിൽ സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും പിണറായി വിജയൻ്റെ മകളും ഏതൊക്കെ തരത്തിൽ കേരളത്തിൻ്റെ പണമെടുത്ത് കട്ടുമുടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മറുപടി പറയുക തന്നെ വേണ്ടി വരുമെന്നുള്ള വളരെ ശക്തമായ ഒരു താക്കീതാണ് ഈ ഹർജി ഫയൽ സ്വീകരിച്ചതിലൂടെ കോടതി നൽകുന്നത് എന്നുകൂടി മനസ്സിലാക്കുക. മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾക്കും വേണ്ടി ഇവിടെ CPMൻ്റെ പാർട്ടി സെക്രട്ടറി അടക്കം പ്രതിരോധം തീർക്കുന്നുണ്ട്. പക്ഷേ ആ പ്രതിരോധമൊന്നും മതിയാകില്ല എന്നുകൂടി പറയട്ടെ. നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണ് എന്ന് തെളിയിക്കുന്ന ഏറ്റവും വലിയ വിധി, ജനങ്ങൾ ആഗ്രഹിക്കുന്ന വിധി, അതുണ്ടാകുമ്പോൾ ഈ മുഖ്യമന്ത്രി കസേര പിണറായി വിജയൻ ഉണ്ടാകുമോ എന്നത് തന്നെ സംശയമാണ്. മകളെ ജയിലിലേക്ക് പറഞ്ഞു വിടുന്ന ആദ്യത്തെ മുഖ്യമന്ത്രിയായി ചിലപ്പോൾ പിണറായി വിജയൻ മാറുകയും ചെയ്യും. അതുകൊണ്ട് മുഖ്യമന്ത്രി ഇടപെട്ട് KMLലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ കരിമണൽ ഖനനം നടത്തിയത് 40,000 കോടി രൂപയിലധികമാണ് എന്നുള്ളത് ഒരു ഗവൺമെൻറ്, ഒരു സർക്കാരിന് വരുന്നത് അതിലൂടെ ഏറ്റവും വലിയ നഷ്ടമാണ് എന്നും പൊതുസമൂഹം കൂടി തിരിച്ചറിയുന്ന ഒരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരുങ്ങിയിരിക്കുക മകളെ ജയിലിലേക്ക് പറഞ്ഞുവിടുന്നതിന്.